അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇന്ന് BJP പറഞ്ഞ ആ മാക്കോലി എന്ന് പറയുന്ന സഖ്യത്തിലേക്ക് വരാം. നമുക്ക് മാർക്സിസ്റ്റ് കോൺഗ്രസ് ലീഗ്, ഈ സഖ്യം ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലാണ്. അവിടെ സകലമാന ശക്തികളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് BJP ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. ആ ഡിണ്ടിഗൽ മാതൃകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇവർ അനുവർത്തിച്ചിരിക്കുന്ന രീതി. അതായത് വോട്ടെണ്ണുന്ന സമയത്ത്, മെയ് 4-ന് വോട്ടെണ്ണുന്ന സമയത്ത് ഇവർ എല്ലാവരും കൂടി ഒരുമിച്ചതിൻ്റെ ഒരു ചിത്രമാകും ഒരുപക്ഷെ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അതിനെതിരെയല്ലേ BJP വളരെ കൃത്യമായി നിലപാട് എന്ന് പറഞ്ഞിരിക്കുന്നത്? ബഹുമാനപ്പെട്ട നീലിമ, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ രാജ്യത്തെ എല്ലാ ഇടതുപക്ഷ കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കൂട്ടുകെട്ടായി മാറിയിട്ട് എത്രയോ കാലങ്ങളായി. കേരളത്തിൽ മാത്രമാണ് LDF UDF എന്ന് പറഞ്ഞ് CPM-നെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ട് തട്ടിൽ നിൽക്കുന്നത്. ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോയാൽ, കർണാടകത്തിലേക്ക് പോയാൽ, ആന്ധ്രാപ്രദേശിലേക്ക് പോയാൽ, തെലങ്കാനയിലേക്ക് പോയാൽ, ഗുജറാത്തിലേക്ക് പോയാൽ, ബംഗാളിലേക്ക് പോയാൽ, ഡൽഹിയിലേക്ക് പോയാൽ, ഹരിയാനയിലേക്ക് പോയാൽ, UP-യിലേക്ക് പോയാൽ, ഏത് ഒറീസ അടക്കമുള്ള ഏത് സംസ്ഥാനത്തൊക്കെ പോയിക്കോട്ടെ, കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഒരുമിച്ചുള്ള മത്സരം. ഇതിന് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാണല്ലോ നമ്മുടെ ഒപ്പം തന്നെ. ആ സംസ്ഥാനത്ത് ഏത് മുന്നണിയിലാണ് CPM-ഉം കോൺഗ്രസും നിൽക്കുന്നത്? DMK-യോടൊപ്പമല്ലേ? അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള മുന്നണിയിലാണോ? അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഒരുമിച്ച് ചേരുക എന്നുള്ളത് കേരളത്തിന് പുറത്ത് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടും രാഷ്ട്രീയ നയവുമാണ്. ശ്രീ സതീഷ് വസന്ത് അദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ടാൽ നമ്മൾ വിചാരിക്കും BJP ഒരു ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടിയാണ്, BJP-യിൽ ഒരൊറ്റ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുമില്ല എന്ന് വിചാരിക്കും. ശ്രീ സതീഷ് വസന്ത്, എനിക്ക് അങ്ങയോട് ഒരൊറ്റ അഭ്യർത്ഥനയാണ്. ഈ രാജ്യത്തെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സമൂഹങ്ങൾ ജീവിക്കുന്ന സംസ്ഥാനങ്ങൾ അങ്ങൊന്ന് പരിശോധിക്കും. അവിടെ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത്, ഏത് മുന്നണിയാണ് ഭരിക്കുന്നത് ഒന്ന് കണക്കുകൂട്ടരുത്. ഗോവയിൽ ആരാ ഭരിക്കുന്നത്? ആസാമിൽ ആരാ ഭരിക്കുന്നത്? നാഗാലാൻഡിൽ ആരാ ഭരിക്കുന്നത്? മിസോറാമിൽ ആരാ ഭരിക്കുന്നത്? ഇനി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനം, നിങ്ങൾ നിരന്തരമായി പറയുന്ന മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അവിടെയെല്ലാം ഞങ്ങളല്ലേ ഭരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഞങ്ങളുടെ MLA-മാരല്ലേ ഉള്ളത്, ഗോവയിലടക്കം. ഇനി കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരു MLA ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്നല്ലോ 5-6 വർഷം മുൻപ്. അദ്ദേഹം ഏത് വിഭാഗത്തിൽ നിന്നാ വന്നത്, ഏത് മുന്നണി വിട്ടിട്ടാ വന്നത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഞങ്ങൾ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയില്ലേ? അപ്പൊ സ്വാഭാവികമായും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിരവധി രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ BJP-ക്കൊപ്പം വരുന്നതിന് കണ്ടിട്ടുള്ള, വിരളി കൂട്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമായി മാറുകയാണ് ഈ രണ്ട് മുന്നണികളും ചേർന്നുകൊണ്ട്. നീലിമ, നമ്മളൊരു ഒരു ഒരു സാമൂഹിക യാഥാർത്ഥ്യം കൂടി കാണണ്ടേ? എത്ര കാലമായി ഈ പ്രചരണം നടത്തുന്നു? BJP ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണ്, BJP ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി ഇപ്പോഴും അത് ആവർത്തിക്കാൻ അതിന്റെ മറുപടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ നൽകിയതല്ലേ? കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, ഈ കോൺഗ്രസുകാർ കേരളത്തിൽ ഈ വലിയ പ്രചരണം BJP പിന്നോക്ക വിഭാഗങ്ങൾക്കും BJP മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും എതിരാണ് എന്നുള്ള ഈ കള്ളപ്രചരണം ഉണ്ടല്ലോ. നിങ്ങൾ ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങൾ, മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങൾ, നിങ്ങൾ ഈ കേരളത്തിന് പുറത്തുള്ള മറ്റു സ്ഥലങ്ങൾ, അവിടെയെല്ലാം പോയി നോക്ക്. അവിടെയെല്ലാം എല്ലാ ഭൂരിപക്ഷ വിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളും എല്ലാവരും താമസിക്കുന്ന സ്ഥലങ്ങളിൽ MLA-മാർ അടക്കമുള്ള ആളുകൾ അത് BJP-ആണ്. ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത്? ഞങ്ങൾ ഒരു മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ടല്ല, ഒരു മതവിഭാഗത്തെയും കൂട്ടുപിടിച്ചുകൊണ്ടല്ല രാഷ്ട്രീയപരമായ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ 40 കൊല്ലോ 50 കൊല്ലമായി മുടങ്ങിക്കിടക്കുന്ന നാഷണൽ ഹൈവേയുടെ പദ്ധതികൾ പൂർത്തിയാക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടത്തിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. കേരളത്തിലെ MLA-മാരും മന്ത്രിമാരും ജയിച്ചു പോയിട്ടുള്ള BJP വിരുദ്ധരായിട്ടുള്ള മുഴുവൻ ആളുകളും ചേർന്ന് പാർലമെന്റിന് അകത്തും പുറത്തും നിരന്തരമായ പ്രതിഷേധം നടത്തുന്നുണ്ടല്ലോ. BJP ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, കേരളത്തിലൊന്നും കിട്ടിയില്ല. കേരളത്തിൽ നിന്ന് 9 മന്ത്രിമാരടക്കമുള്ള ആളുകൾ നിങ്ങളുടെ UPA സർക്കാരിന് പിന്തുണച്ചിരുന്ന കാലഘട്ടത്തിൽ കിട്ടിയതിനേക്കാൾ വലിയ തുകയും വികസനവുമാണ് റെയിൽവേ അടക്കമുള്ള, നാഷണൽ ഹൈവേ അടക്കമുള്ള മേഖലകളിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ അത് കാണുകയാണെന്നേ. ഒന്നാം മോഡി സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള കേരളത്തിലെ വികസനം കണ്ടതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഒരുമിച്ച് ശ്രമിച്ചിട്ടും ശ്രീ സുരേഷ് ഗോപി
വലിയ ഭൂരിപക്ഷത്തോടു കൂടി തൃശ്ശൂരിൽ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇനി നിങ്ങൾ എത്രയോ കാലമായി ഈ കള്ളപ്രചരണം നടത്തി ഞങ്ങളെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് എനിക്ക് ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത്, അങ്ങ് പോയിട്ട് ആ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കൂ. നിങ്ങൾ നിരന്തരമായി ഈ CPM-നെതിരെ നടത്തിയിട്ടുള്ള പ്രചരണത്തിൽ CPM-നെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി ഞങ്ങൾ അവരുടെ മന്ത്രിമാരെ MLA-മാരെല്ലാം തോപ്പിക്കും എന്ന് പറയുന്ന നിങ്ങൾ ഓരോ സീറ്റിലും മത്സരിപ്പിക്കുന്ന ഏത് പാർട്ടിക്കാരെയാണ്, ഏത് ആളുകളെയാണ്, ഏത് സംവിധാനത്തിൽ നിന്നാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പരസ്പരം ഒന്ന് നോക്ക്. എന്നിട്ട് മനസ്സിലാകുമല്ലോ ആരാണ് മത്സരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാർട്ടികൾ. ഇനി അഴിമതിയുടെ കാര്യമൊന്ന് നോക്കാൻ നീലിമ, കേരളത്തിൽ UDF ഭരിക്കുന്ന സമയത്താണെങ്കിലും LDF ഭരിക്കുന്ന സമയത്താണെങ്കിലും ഉയർന്നു വരുന്ന രാഷ്ട്രീയ അഴിമതി ആരോപണങ്ങളിൽ കേരളത്തിൽ BJP ഭരിച്ചിട്ടില്ലല്ലോ. BJP-യിൽ നിയമസഭയ്ക്കകത്ത് ഒരു തവണ ഞങ്ങളുടെ ശ്രീ O രാജഗോപാൽ ജയിച്ചു എന്നുള്ളത് വെച്ചാൽ ഞങ്ങൾക്ക് കേരളത്തിലെ നിയമസഭയിൽ അംഗത്വമില്ല, ഞങ്ങൾക്ക് കേരളത്തിലെ നിയമസഭയിൽ ഒരു വിഷയം ഉന്നയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ എല്ലാവരും മാറി മാറി കേരളം ഭരിക്കുകയും പ്രതിപക്ഷത്തിരിക്കുകയും ഭരണം നടത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട അഴിമതി കേസിൽ രണ്ട് മുന്നണികളും മാറി മാറി വരുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആരോപണം ഉന്നയിക്കുന്ന കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത്, മന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത്, നിലപാട് സ്വീകരിച്ച് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള മര്യാദയെങ്കിലും തങ്ങൾ ഉയർത്തിയ വിഷയങ്ങളോടെങ്കിലും തങ്ങൾ ഉയർത്തിയ നിലപാടുകളോടെങ്കിലും ഒരു 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 സാമാന്യ ബാധ്യത തീർക്കാനുള്ള നിലപാടെങ്കിലും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയപരമായി എതിർക്കുന്ന വിഷയങ്ങളിൽ, അഴിമതി നടത്തുന്ന വിഷയങ്ങളിൽ ഈ ചർച്ച ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. ഈ ചർച്ച ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. അതിനു മുമ്പ് ബി റജിയിലേക്ക് ഒരു ചോദ്യം, ഒരു മിനിറ്റ് എടുത്തുകൊണ്ട് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ബി റജി, ഈ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് AK ബാലൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. അഥവാ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്ന്. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ, ഈ മത തീവ്രവാദ പ്രസ്ഥാനത്തെ നിങ്ങൾ എത്ര കണ്ട് വെള്ളപൂശിയാലും, തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിൽ നടന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ പരിവേഷം നൽകി മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയാണ് UDF. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി വരുത്തിവെച്ച വിനകൾ എന്താണെന്ന് ലോകം കണ്ടതാണ്. ആ പാതയിലേക്ക് നമ്മുടെ കൊച്ചു കേരളത്തെ കൂടി കൊണ്ടുപോകരുത് എന്നുള്ള വലിയ സന്ദേശം കൂടി നൽകുന്നുണ്ട് നിങ്ങളുടെ ഈ നീക്കങ്ങൾ. നോക്കൂ നീലിമ, എത്ര അയഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് CPM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗമായ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ശ്രീ AK ബാലൻ ഒരിക്കൽ പറഞ്ഞത്. അതായത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി വ്യാജമായിട്ട് ചില ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. UDF-ന്റെ സഖ്യകക്ഷിയെ അല്ല ജമാഅത്തെ ഇസ്ലാമി, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പോലും UDF-ന്റെ കക്ഷികളല്ല. നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ. അങ്ങനെ ആർക്കും എന്ത് വ്യാജ ആരോപണങ്ങളും ഉന്നയിച്ചൂടെ? അത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി CPM ബോധപൂർവം ഇറക്കി വിടുന്ന ചില കാർഡുകളല്ലേ. ഇവിടെ വെൽഫെയർ പാർട്ടി ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവർ പറയുന്നു ഞങ്ങൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഈ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, UDF-ന് ഞങ്ങൾ വോട്ട് നൽകും എന്ന് അവർ അൺകണ്ടീഷണലായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേണ്ട എന്ന് പറയുമോ? അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറയും. അതെ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. BJP-ക്ക് അത്തരം ശക്തികളുടെ, രാജ്യദ്രോഹ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. റജി ഓർക്കുക, റജി ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ ഓർക്കുക, ഇത്തരത്തിൽ നിരുപാധിക പിന്തുണയുമായി വരുന്നവർ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിന് സമ്മാനിക്കാൻ പോകുന്നത് വലിയ വിപത്താണ്. ബംഗ്ലാദേശിൻ്റെയൊക്കെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മത ഭീകര സംഘടന മറ്റ് രാജ്യങ്ങളിൽ നടപ്പാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഈ ഡീലിൻ്റെ കോമാലി സഖ്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇരു മുന്നണികൾക്കും BJP-യെ പേടിയാണ്. BJP-യെ നേരിടാൻ അവിശുദ്ധ സഖ്യമോ എന്നാണ് ചോദിച്ചത്. ഇസ്ലാമിസ്റ്റുകൾ നിയന്ത്രിക്കുകയാണോ ഈ മുന്നണികളെ എന്ന ചോദ്യവും ജനഡിബേറ്റ് ഉയർത്തുകയുണ്ടായി.